അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാടാ? പിന്നീടുള്ള ബുദ്ധിമുട്ട് നമ്മൾ മാത്രമേ അനുഭവിക്കേണ്ടി വരൂ. നീ വാടാ. നിങ്ങൾ പൊയ്ക്കോളൂ. ഞാൻ തൊഴുതു പറയാ, നിങ്ങൾ പൊയ്ക്കോളൂ. അമ്മായി, എന്റെ ചേട്ടന്റെ മോളെ എന്റെ മോൻ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞു. ഇതിലപ്പുറം എനിക്കിനി എന്താ വേണ്ടേ? നിങ്ങൾ ദയവ് ചെയ്തൊന്ന് ഒഴിഞ്ഞു പോ. ഞങ്ങൾ പോവുക. ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. വാടാ മോനെ. വാടാ ഇങ്ങോട്ട്. ഏയ് ഗീതകുമാരി, നീ തൊഴുതു പറഞ്ഞത് അവരോടല്ലെന്നും 3 കോടി ദേവന്മാരോടാണെന്നും എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ദേവരാജ് ഗൗതമിന്റെ സഹോദരിയെ കല്യാണം കഴിച്ചാൽ അതിനുശേഷം നിനക്ക് എന്നെ എതിർക്കാമെന്ന് നീ മനസ്സിനുള്ളിൽ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എടാ ദേവാ, നീ ഞങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് നീ എടുക്കുന്ന തീരുമാനം ഞങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയാണോ? അച്ഛാ, അച്ഛന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞു. ഗൗതം, നിന്നെ അളിയാന്ന് വിളിക്കണമെന്ന് എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹം. പക്ഷേ നീ അത് എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ലായിരുന്നു. നിനക്കും എൻ്റെ അച്ഛൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ എനിക്ക് നിന്നോട് ബഹുമാന വിശ്വാസവും മാത്രമേ ഉള്ളൂ. എൻ്റെ വീടിൻ്റെ പടി പോലും ചവിട്ടാൻ ആഗ്രഹിക്കാത്ത നീ നിന്റെ അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടി എൻ്റെ വീട്ടിൽ കടം ചോദിച്ചു വന്നു. അതിൽ നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ എൻ്റെ അച്ഛൻ ആവശ്യമില്ലാത്തത് പറഞ്ഞ് എന്നോട് ഒരുപാട് തെറ്റ് ചെയ്തു. ദേവാ, ദയവ് ചെയ്ത് ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. ഇതിന് തടസ്സമായിട്ട് ഒന്നും പറയണ്ട അച്ഛാ. ലക്ഷ്മിയെ പോലൊരു നല്ല പെൺകുട്ടിയെ വേണ്ടാന്ന് പറയുന്നവൻ ലക്ഷ്മിക്കൊരു ജീവിതം കൊടുക്കുന്നതല്ല. അതിന് പകരമായിട്ട് നല്ല മനസ്സുള്ള ഈ ഗൗതമിന് അളിയനാവുന്നതും സൗന്ദര്യം ബുദ്ധിയുള്ള ലക്ഷ്മിക്ക് ഭർത്താവാവുന്നതും എനിക്ക് ലഭിച്ചൊരു പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊരിക്കലും എൻ്റെ ഒരു വാശിയല്ല ഗൗതം. എൻ്റെ മനസ്സിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി നിന്റെ ഇഷ്ടം പറഞ്ഞോളൂ. നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. ഇനി നിനക്ക് ഇഷ്ടമാണെങ്കിൽ പോകുന്നവർക്ക് അങ്ങ് പൊയ്ക്കോളും. ഗൗതം, ദേവൻ ദൈവമാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നല്ലവനാ. എന്നുവെച്ചാ നിന്റെ ഭർത്താവ് രാക്ഷസനാണെന്നാണോ പറഞ്ഞു വരുന്നേ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അമ്മായി. അങ്ങനെ പറയേണ്ട ആവശ്യം എനിക്കില്ല. ആരെങ്ങനെയുള്ളവരാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഗൗതം, എന്തെങ്കിലും ഒന്ന് പറ. എല്ലാം നീ തന്നെയാ തീരുമാനിക്കേണ്ടത്. ഇനിയുള്ള തീരുമാനങ്ങളൊന്നും എൻ്റെ കയ്യിലല്ല അമ്മാവ. എൻ്റെ സഹോദരിയുടെ തീരുമാനമാണ് മറ്റെന്തിനേക്കാളും വലുത്. ഈ സാരിയില് നിന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ?
ഞാൻ കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിച്ച അതിന് തൊട്ട് സത്യം ചെയ്യാം. ഏട്ടന്റെ വാക്കിന് ഞാൻ ധിക്കരിക്കില്ല. ഏട്ടാ, ദേവേട്ടൻ ഇങ്ങനെയുള്ള ആളെന്ന് എനിക്കറിയാം. പക്ഷെ ഇനി എന്റെ കല്യാണത്തിന്റെ പേരും പറഞ്ഞ് വീണ്ടും വീണ്ടും കഷ്ടപ്പെടാതിരിക്കാനാണ്. ഇഷ്ടമല്ലെങ്കിലും ശരി, ഈ കല്യാണത്തിന് സമ്മതം മൂളുക എന്നതാണ് എനിക്ക് ഏട്ടനോട് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു സഹായം. പറയും മോളെ, ഈ ദേവനെ കല്യാണം കഴിക്കാൻ നിനക്കിഷ്ടമാണോ? ൾ വലിയൊരു സ്വത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് നിന്റെ ഭാഗ്യമായ ലക്ഷ്മി മോളെ. ടീച്ചറെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു, അത് നടന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. വർഷങ്ങളായിട്ടുള്ള നമ്മുടെ പിണക്കം എൻ്റെ മൂത്ത മകൾ ലക്ഷ്മി കാരണം മാറിയിരിക്കുകയാണല്ലോ ഇപ്പോൾ. കുറച്ചൊന്ന് താഴ്ന്നപ്പോ ഇത്രയ്ക്ക് സന്തോഷം. ഞാനായിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ദേവതയെ പോലെ ഒരു മകളെ ജനിപ്പിച്ചു. അതിലെനിക്ക് അഭിമാനമുണ്ട്. അവളുടെ കാര്യത്തിൽ ഞാനിപ്പോൾ സന്തോഷിക്കുക.
ഇന്നലെ മുതൽ നിന്റെ അമ്മയെ കാണാനില്ലെന്നറിഞ്ഞപ്പോ നീ അയ്യോ എന്നല്ലേ വിളിക്കേണ്ടത്? ഒരു മദ്യപാനിയെ കെട്ടി 5 കുട്ടികളെയും പ്രസവിച്ചിട്ട് നിന്റെ അമ്മ തെറ്റിയതില്ലെന്ന് പറയുന്നുടാ. നിന്റെ അമ്മ മാത്രമല്ലടാ, നാളെ നിന്റെ സഹോദരിമാരും ഇതുപോലെ ചെയ്താൽ ഹലോ ഡോക്ടർ. ഗൗതം, ഓട്ടോ ശങ്കരന് ബോധം തെളിഞ്ഞിട്ടുണ്ട്. ഇവിടെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഓർമ്മ വന്നുവെന്ന് നേഴ്സ് പറഞ്ഞു. അയാൾ സംസാരിച്ചോ? ഇല്ല ഗൗതം, മുഴുവനും ബോധം തെളിഞ്ഞിട്ടില്ല. ട്രീറ്റ്മെന്റിന് ബോഡി പ്രതികരിക്കുന്നുവെങ്കിൽ എപ്പോ വേണമെങ്കിലും അവന് സുഖമാവാം. ശരി ഡോക്ടർ, ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്താം. ഫോൺ ചെയ്ത് വേണ്ട. ലക്ഷ്മി, ഇവരെ നോക്കിയോ. ഒരു അത്യാവശ്യ കാര്യമായിട്ട് ഞാൻ പുറത്തു പോവാ. ഞാനെന്തായാലും നേരം വിളിക്കുമ്പോൾ എത്തും. ശരി ഏട്ടാ. ചോദിക്കാൻ പോയപ്പോ എന്തിനാ തടഞ്ഞേ? പുറത്തു പോകാൻ നിൽക്കുമ്പോ എന്താ കാര്യം ചോദിക്കരുതെന്ന് അറിയില്ലേ ഗൗരി? ഈ സമയത്ത് ധൃതി പിടിച്ചു പോകുന്ന ചേട്ടനോട് നമ്മൾ ചോദിക്കേണ്ടതല്ലേ? ആരാ ഫോൺ ചെയ്തേ, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കേണ്ടതല്ലേ? പേരില്ലാത്ത കൊടുക്കുന്ന ഇപ്പൊ എന്തിനാ കാശ് എടുത്തിട്ട് പോയത്? എങ്ങോട്ടായിരിക്കും പോയത്? ഏട്ടൻ എന്തായി ചെയ്യുന്നേ? അതിനുള്ള ഉത്തരം അറിയാതെ നമ്മൾ എത്രയോ വർഷം കടന്നു വന്നില്ലേ? ഇപ്പൊ അത് ചോദിച്ച് ഏട്ടനെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല. ഞാൻ പോയി ഗേറ്റ് പൂട്ടിയിട്ട് വരാം. വാ ദുർഗ.
അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാ. അങ്ങനെയുള്ളപ്പോ ഇത്രയും കാലം കോമയിൽ കിടന്ന ഇവന്റെ ട്രീറ്റ്മെന്റിനുള്ള കാശ് നീ തന്നു എന്ന് പറയുമ്പോ യു ആർ ഗ്രേറ്റ്. ഡോക്ടർ, എൻ്റെ അമ്മയുടെ മേലെ വീണ പഴി മാറണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന ഈ മനുഷ്യൻ സംസാരിച്ചേ പറ്റൂ. ഡോക്ടർ, ഹോസ്പിറ്റൽ ബില്ലിനെ പറ്റി നിങ്ങൾ വിഷമിക്കേണ്ട. ഇനി എത്ര ലക്ഷമായാലും ശരി, ഞാനിപ്പോൾ തരുന്നത് ഒന്നും ആവില്ലെന്നും അറിയാം. പക്ഷേ എത്ര താമസിച്ചാലും ഞാൻ എല്ലാം തന്നു തീർത്തോളാം ഡോക്ടർ. അമ്മ, കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ അഭിമാനം നഷ്ടപ്പെട്ടു. പക്ഷേ ഞാനൊരിക്കലും നിങ്ങളുടെ ഈ ജീവൻ നഷ്ടപ്പെടുത്തില്ല. അമ്മ, അവൻ കണ്ണു തുറക്കണം. എൻ്റെ അമ്മ തെറ്റ് ചെയ്തു എന്ന് ഏത് നാട്ടുകൂട്ടമാണോ അങ്ങനെ പറഞ്ഞത്, ആ നാട്ടുകൂട്ടത്തിൽ വെച്ച് തന്നെ നിങ്ങൾ വിളിച്ചു പറയണം എൻ്റെ അമ്മ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. ഇതാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങൾ മാത്രമാണ് അതിന് സാക്ഷി. അമ്മേ, അമ്മേ, അമ്മ എവിടെ? അമ്മേ, അമ്മാവ, 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 എണീക്ക് അമ്മാവ, അമ്മാവ. അമ്മാവ, എന്തെങ്കിലും ഒന്ന് പറയേ. ഗൗതം, നിന്റെ അമ്മ സാവിത്രി. അമ്മാവ, പറയേ മാവ, അമ്മാവ. ഡോക്ടർ, തൊട്ടടുത്ത നാട്ടിൽ ജോലിക്ക് പോയിരുന്ന എൻ്റെ അമ്മയെ ഈ അമ്മാവന എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പോയി രാത്രിയിൽ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്നത്. ഇരുട്ടാകുമ്പോൾ അമ്മയെ കാണാതെ വിഷമിക്കുമ്പോൾ നിന്റെ സഹോദരിമാർ നീ അടുത്തുള്ളപ്പോൾ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പറഞ്ഞത് ഇപ്പോഴും എൻ്റെ കാതുകളിൽ കേൾക്കുന്നുണ്ട്. എൻ്റെ അമ്മയെ തെറ്റ് പറഞ്ഞ ഈ നാടിന് സത്യം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ അമ്മാവൻ കണ്ണു തുറന്നേ പറ്റൂ ഡോക്ടർ. കൺട്രോൾ യുവർ സെൽഫ് ഗൗതം. നിന്റെ വിശ്വാസം രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. കൺട്രോൾ.